പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അതിനവൻ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കിൽ ദൈവത്തെ ആരാധിക്കും എന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകുമെന്ന് അരുളി ചെയ്തു. അതേ, സർവശക്തനായ കർത്താവ് ഇസ്രായേലി ജനത്തിന്റെ കഷ്ടതകളെ കണ്ട് അവരെ വിടുവിപ്പാൻ വേണ്ടി അതേ മോശ മുഖാന്തരം സകല നിയോഗങ്ങളും നൽകി മോശയെ അയക്കുമ്പോൾ ആമേൻ, മോശയോട് ദൈവം പറയുന്നതായ ദൈവിക വചനങ്ങളാണ്, ആലോചനകളാണ് ഈ പ്രഭാതത്തിൽ ഈ വചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. മോശയോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ മടങ്ങി വരും എന്നുള്ളതിന്, ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കും, പർവ്വതത്തിങ്കിൽ ദൈവത്തെ ആരാധിക്കും എന്നുള്ളതിന് അടയാളമാകുമെന്ന്. അങ്ങനെയെങ്കിൽ അതിനകത്ത് തന്റെ ജനത്തെ ദൈവം വിടുവിക്കും. അതേ, മോശ മുഖാന്തരം ആമേൻ തന്റെ ജനത്തെ ദൈവം പുറപ്പെടുവിച്ച് കൊണ്ടുവരുമെന്നൊക്കെ ഉള്ളതിന്റെ അടയാളങ്ങൾ ദൈവം പറഞ്ഞു കൊടുക്കുക, ഉറപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആമേൻ, ഈ വചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്ന ആലോചനയാണ്. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന ആലോചനകൾ, ദൂതുകൾ, അരുളപ്പാടുകൾ, വാഗ്ദത്തങ്ങൾ. അതേ, നമ്മുടെ കഷ്ടനഷ്ടങ്ങളുടെ നടുവിൽ അവൻ നമ്മെ ഉദ്ധരിച്ച് വിടുവിച്ച് അടയാള സഹിതമായി ചില ദൈവപ്രവൃത്തികൾ നമ്മുടെ മുൻപാകെ ആമേൻ സർവശക്തനായ ദൈവം നൽകി നമ്മെ മാനിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാം. ദൈവം നമുക്ക് വേണ്ടി നന്മയ്ക്കായി ചില അടയാളങ്ങൾ ആമേൻ കർത്താവ് നൽകി തരും. എത്ര പേർ ഈ രാവിലെ സമയം ഈ വചനം ഏറ്റെടുത്ത് വിശ്വസിക്കുന്നു? അതേ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില അടയാളങ്ങൾ ആമേൻ കർത്താവ് പ്രവർത്തിക്കുമെന്നുള്ളതിന്, കർത്താവ് പ്രവർത്തിച്ചു എന്നുള്ളതിന്, കർത്താവ് വിടുവിച്ചു എന്നുള്ളതിനൊക്കെ ഉള്ളതായ അടയാളങ്ങൾ ജീവിതത്തിൽ നൽകി നിങ്ങളെ മാനിക്കും. അതേ, നിങ്ങളെ സർവശക്തനായ ദൈവം വിടുവിക്കും. ആകയാൽ ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.